വാലിബ ചരിതം കണ്ടിന്യൂ. മലൈക്കോട്ടെ വാലിബൻ ഡിസ്കഷൻസ് ഹെവി ആയിട്ട് സോഷ്യൽ മീഡിയയിലും 24/7 ചാനലുകളിലൊക്കെ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാനിവിടെ വയ്ക്കാം. കാര്യം ഇതൊരു നല്ല സിനിമയാണ്. കാര്യം ഇപ്പോൾ ഒരു മോശം സിനിമയെ നമ്മൾ എന്ത് പറഞ്ഞാലും നന്നാക്കാൻ പറ്റില്ല. നല്ല സിനിമയെ നല്ലത് പറഞ്ഞാൽ വീണ്ടും നന്നാവും. അപ്പോൾ അങ്ങനെ നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. നേരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ്. കാര്യം അതിൻ്റെ ഒരു പീരീഡോ കാര്യങ്ങളോ എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇനി വരാൻ പോകുന്ന സിനിമകളും അങ്ങനെയാണ്. ഇപ്പോൾ ബറോസ് ആയാലും ഇത് നിങ്ങൾ ആരും കാണാത്ത ഒരു സിനിമയായിട്ടാണ് കരുതുന്നത്. അതൊരു ഇന്ത്യയിൽ അങ്ങനത്തെ 3D രണ്ടാമത്തെ സിനിമയായിരിക്കും. 3D മൈഡിയർ കുട്ടിച്ചാത്തന് കഴിഞ്ഞിട്ട് 3D സിനിമകൾ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2D എല്ലാം 3D ആക്കിയ സിനിമയാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, നാവ് പൊന്നായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് മോശം സിനിമയെ പറഞ്ഞ് നന്നാക്കാൻ പറ്റില്ല, പക്ഷെ ഒരു നല്ല സിനിമയെ പറഞ്ഞ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ദേ ആർ ഡെസ്പറേറ്റ്ലി ട്രൈയിങ് ഇറ്റ് വെരി ഹാർഡ്. ഇന്നലെ ലിജോ ജോസ് പല്ലിശ്ശേരി ആണെങ്കിൽ ഇന്ന് ഷിബു ബേബി ജോൺ, ഓക്കെ, സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ ഷിബു ബേബി ജോൺ ഇന്ന് രാവിലെ റിപ്പോർട്ടർ TV-ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂയുടെ ഭാഗം, ഓക്കെ, കുറച്ച് പ്രസക്തമായ കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ വയ്ക്കാം. സംതിങ് വെരി റെലവൻറ്റ് ടു ഡിസ്കസ്, ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ആ ഒരു ഹെയ്റ്റ് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് തന്നെ പേഴ്സണലി കുറേ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ പടം കണ്ടു, നിങ്ങളുടെ റിവ്യൂ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങളും ജിത്തുബായി ഇരുന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ജിത്തുബായി പറഞ്ഞതാണ് ഞങ്ങൾ അങ്ങനെയാണല്ലേ, അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ചുമ്മാ പറയാല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ പേഴ്സണലി പടം പോയി കണ്ട സമയത്ത് ഇഷ്ടമായി, ഓക്കെ. കാരണം നിങ്ങൾ പറഞ്ഞൊരു മൂഡിൽ പടം കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് അത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ് ആ കാര്യം. കാരണം ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി മൂവിയാണ്. ഇന്ന് ലാലേട്ടൻ ഇട്ട പോലെ ഒരു മുത്തശ്ശിക്കഥ പോലത്തെ ഒരു മൂവിയാണ്. ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ കാണണം നിങ്ങൾ. ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം നിങ്ങൾ കഥയിലേക്ക് വരാനും. നിങ്ങളുടെ ആ ഒരു പ്രീ ഡിറ്റർമിൻഡ് മൈൻഡ് ഉണ്ടല്ലോ, ലാലേട്ടൻ ദ മാസ്, അതൊക്കെ മാറി നിങ്ങളൊരു സോഫ്റ്റ് സ്റ്റോറി കണ്ട് പോകുന്ന ഫീലിലേക്ക് വരാൻ ഇറ്റ് വിൽ ടേക്ക് എ ഹെൽ ലോട്ട് ഓഫ് ടൈം. അത് കൃത്യമായിട്ട് ആ സമയം അത് നിങ്ങൾക്ക് കുറച്ച് ലാഗായി തോന്നിയാലും നിങ്ങൾക്ക് ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്തത് മുതലാവും. സീരിയസ്ലി അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല. ഞാൻ അതാണ്ടാണ് എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്, ഓക്കെ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഞാനും കൂടി പോകുന്നുണ്ട്. OTT-യിൽ വന്നാലും ഞാൻ വാച്ച് ചെയ്യും. കാരണം എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്, ഓക്കെ. അപ്പോൾ കാരണം വൺ ഓഫ് എ കൈൻഡ് മൂവി ആൻഡ് വൺ ഓഫ് എ കൈൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് എ വെരി ഗുഡ് എക്സ്പെരിമെൻറ്റ്. സോ അത് മസ്റ്റ് വാച്ചാണ്. അപ്പോൾ എന്താണെങ്കിലും ഷിബു ബേബി ജോൺ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. എനിക്കിതിൽ ഏറ്റവും സന്തോഷം എന്താണ്, മോഹൻലാലിൻ്റെ നടൻ്റെ ഒരു പെർഫോമൻസ്. സമീപകാലത്ത് ഒത്തിരി ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ചുണ്ടിൻ്റെ ചലനശേഷി പോയി, മോഹൻലാലിൻ്റെ കണ്ണിൻ്റെ മാസ്മരികത പോയി, ഇതെല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം മോഹൻലാൽ എന്ന നടൻ്റെ ഇത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ഈ പറഞ്ഞതെല്ലാ ആക്ഷേപങ്ങളും വൃഥാവിലായിരുന്നു. മോഹൻലാലിൻ്റെ ബ്രില്യൻ പെർഫോമൻസ് എല്ലാ രീതിയിലും. അത് ഒരു ഭാഗത്ത് ആക്ഷൻ മാത്രമല്ല, ആക്ഷനിലും അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കം വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇൻ ടോട്ടാലിറ്റി ഭയങ്കരമായൊരു പെർഫോമൻസ് മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ പ്ലാൻ ചെയ്ത നിലയിലേക്ക് തന്നെ. ഓക്കെ, അപ്പോൾ ഷിബു ബേബി ജോൺ പറഞ്ഞ പോലെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഈ അടുത്ത കാലത്ത് ഒരുപാട് ക്രിറ്റിസിസം കേട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞത് വെരി ക്ലിയർ ആണ്. ചിരി പോയി, കരച്ചിൽ പറ്റുന്നില്ല, കണ്ണിൻ്റെ അവിടെ പ്രശ്നം, വായിൽ പ്രശ്നം, മൊത്തത്തിൽ ഇങ്ങനത്തെ കമൻറ്റുകളും ഇങ്ങനത്തെ റിയാക്ഷൻസൊക്കെ ഒരുപാട് പേര് എഴുതിയിടാറുണ്ട്, പറയാറുണ്ട്. മലൈക്കോട്ടെ വാലിബൻ നേര് ഉണ്ട് അവിടെ. നേരിലെ പെർഫോമൻസ് ലൈക്ക് ക്ലാസ് പെർഫോമൻസ്, ഓക്കെ. അപ്പോൾ നേരൊരു സൈഡിൽ കഴിഞ്ഞിട്ടാണ് മലൈക്കോട്ടെ വാലിബൻ വരുന്നത്. നേരിനകത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരു ഫിസിക്കലി ഉള്ള ഒരു ഷോ ലാലേട്ടൻ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു കോടതിയിലെ വക്കീലായതുകൊണ്ട് അതങ്ങനെ പോയി. കമ്മിങ് ടു മലൈക്കോട്ടെ വാലിബൻ, ലാലേട്ടൻ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് കൃത്യമായി നോട്ടീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ മലൈക്കോട്ടെ വാലിബൻ എന്നൊരു ജൈജാൻറ്റിക് ഫിഗർ തന്നെയാണ്. 10 ആളുടെ കൂട്ടത്തിൽ വയ്ക്കുമ്പോൾ ഹി ഷുഡ് ബി വെരി ബിൽഡ്.
ഭയങ്കര ഒരു ഫിഗർ ആയിരിക്കും. ഞാൻ പറഞ്ഞത് 6 പാക്കും ബൈസിപ്സും ഉള്ള ട്രൈസിപ്സും ചെസ്റ്റൊക്കെ ഉള്ള അങ്ങനെയല്ല, ബിഗ്, റിയലി ബിഗ്. ആ ഒരു ഫീൽ ഭയങ്കരമായിട്ട്, ആ കൂട്ടത്തിൽ ആ ബിഗായിട്ട് നിൽക്കുന്ന ആളുടെ ഒരു അടി നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് തോന്നണം. അതൊക്കെ പക്കയായിട്ട് ഇതിൽ ഫീലായിട്ടുണ്ട്. ഓക്കെ, അതാണ് ലാലേട്ടൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര ഒരു എഫേർട്ട് തന്നെ ലാലേട്ടൻ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതിൽ കാണുന്നുമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് പടം ഇറങ്ങിയതിന് ശേഷം ആരും ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് ആരും ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് മോശമൊന്നും ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത് പടത്തിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് പറയുന്നത്. അതിലെനിക്ക് തോന്നുന്നത് വെരി ഫ്യൂ, റെയർ ഓഫ് ദ റെയറസ്റ്റ് ആവും ആരെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ചോ ലാലേട്ടൻ്റെ അപ്പിയറൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സിനിമയിൽ ലാലേട്ടനെ കുറിച്ചും ലാലേട്ടൻ്റെ അപ്പിയറൻസിനെ കുറിച്ചിട്ടൊക്കെ ക്രിറ്റിസിസം വന്നിരുന്നെങ്കിൽ ലാലേട്ടൻ്റെ അപ്പിയറൻസ്, ആ മുടി കെട്ടിയത്, ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും എന്തെങ്കിലും പറയും. പക്ഷെ അതുവരെ ആളുകളിലേക്ക് ആക്സെപ്റ്റായി. മനസ്സിലായോ? അപ്പോൾ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഇവിടെ ആരും അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടൊന്നുമില്ല. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഈസ് പെർഫോമൻസ്. അങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇൻഡസ്ട്രിക്ക്? അപ്പം അങ്ങനെ തകർത്തിട്ടുണ്ട്. ഇത് സിനിമയുടെ ടോട്ടൽ സാധനത്തിനെ കുറിച്ചിട്ടാണ് എല്ലാവരും പറയുന്നത്. മമ്മൂക്കയുടെ പടം ഇറങ്ങുമ്പോൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പടത്തെ അതിൻ്റെ ആ എക്സ്പെരിമെൻറ്റേഷനെയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. അത് നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും ഏറ്റവും ഒടുവിൽ കാതലാണെങ്കിലും പുഴുവാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് മമ്മൂക്ക എടുക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ. പക്ഷെ നിർഭാഗ്യവശാൽ ലാലിൻ്റെ കാര്യത്തിൽ ലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമെങ്കിലും ലാൽ എപ്പോഴും ഇല്ല ആ ഒരു രീതിയിൽ ഒരു കഥാപാത്രത്തെ അല്ല, ലാലിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു 6-ാം തമ്പുരാനിലെയോ അല്ലെങ്കിൽ ഒരു ലൂസിഫറിലെയോ ലാല് എന്നുള്ള നിലയിലേക്ക് മാത്രം അവരുടെ ഇഷ്ടം പരിമിതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് ഇടവരുത്തുന്നത്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പരിധി വരെ മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും വേറെ ആരാണെങ്കിലും ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു മീശ പിരിയൻ, മുണ്ട് മടക്കി കുത്തി, ആ ഒരു സാധനം, എന്താ മോനെ ദിനേശ്, ആ ഒരു സാധനമാണ് ഫസ്റ്റ് മനസ്സിലേക്ക് കയറി വരുന്നത്. അതും ലാലേട്ടൻ്റെ മാസം എന്ന് പറയുമ്പോൾ എല്ലാവരും അതേ വരും. ലാലേട്ടൻ്റെ മാസം എന്ന് പറയുമ്പോൾ വെരി ഫ്യൂ ആളുകളിലേക്കാവും നമ്മുടെ എന്താ പറയുക ലൂസിഫറോ സാഗർ ഇലിയാസ് ജാക്കിയോ ഒക്കെ കടന്നു വരും. ലാലേട്ടൻ്റെ മാസം എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി 90s കിഡ്സൊക്കെ ആലോചിക്കുക ഈ പറഞ്ഞ ലാലേട്ടൻ്റെ മീശ പിരിയൻ സംഗതികൾ തന്നെയാണ്. അപ്പോൾ അതിൽ ആളുകളെ കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അത് സക്സസ് ആയിട്ട് ആളുകളുടെ മനസ്സിൽ കയറിയത് കൊണ്ടാണല്ലോ അത് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ ഇപ്പോഴും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ബ്രേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അടിപൊളി ആയതോ അല്ലെങ്കിൽ അതിനൊത്തതോ ആയിട്ടുള്ളൊരു സാധനം വരണം. ഇത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ലൂസിഫർ ആയിരിക്കണം, സാഗർ ജാക്കിയും ലൂസിഫറും ഈ രണ്ടും ആയിരിക്കണം അങ്ങനൊരു മാസം വന്നിട്ടുണ്ടാവുക, മീശപിരിനേക്കാൾ അപ്പുറത്തൊരു മാസം വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങേര് പറഞ്ഞത് സംഗതി ഉണ്ട്. അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റ് ഞാനിവിടെ വയ്ക്കാം. മോഹൻലാൽ എന്ന നടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആയിട്ട് അദ്ദേഹത്തെ ഫാൻസ് അംഗീകരിക്കുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ നടൻ തിരിച്ചു വരും, അല്ലാതെ കാലത്തോളം അയാൾ വെറും താരം മാത്രം. സോ സോറി അബൌട്ട് ന്യൂജൻ ലാൽ ഫാൻസ്. അങ്ങനൊരു സംഗതി കണ്ടു. ഓക്കെ, ഇതാണ് അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ എക്സ്പെരിമെൻ്റൽ മൂവീസിനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു അപ്രീസിയേഷൻ കിട്ടുന്നു. മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന റോളുകൾ ആളുകൾ ഏറ്റെടുക്കുന്നു. അത് മമ്മൂട്ടി ഫാൻസ് മാത്രമല്ല കേട്ടോ, മലയാളികൾ ഒന്നടങ്കമാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടൻ്റെ എക്സ്പെരിമെൻറ്റുകൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ എക്സ്പെരിമെൻറ്റുകൾ എന്തുകൊണ്ട് ആളുകളിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല? അപ്പോൾ എലോൺ നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, ബട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമയാണ് എലോൺ. ഞാനതിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടമായി. പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ ആർക്കും, കുറേ പേർക്ക്, മെജോറിറ്റി ആളുകൾക്ക് പടം പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ ഒടിയൻ, ഇപ്പോൾ ഈ പറഞ്ഞ മലൈക്കോട്ടെ വാലിബൻ. ഇപ്പം ലാലേട്ടൻ്റെ എക്സ്പെരിമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ലാലേട്ടനെ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മമ്മൂക്കാടെ എക്സ്പെരിമെൻ്റൽ മൂവീസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന മൂവിയല്ല, എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു സംഗതി ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ലാലേട്ടൻ്റെ എലോൺ ആണെങ്കിലും ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒടിയനാണെങ്കിലും ഒക്കെ എക്സ്പെരിമെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹോൾ പാക്കേജ് തന്നെ എടുത്ത് നോക്കുമ്പോൾ അതിലെപ്പോഴും ലാൽ എന്ന് ഒടിയൻ ഒരു മാസ് എൻ്റർടൈനർ എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു.
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ രീതിയിലുള്ളൊരു ട്രോളും കാര്യങ്ങളും വന്നു. അപ്പോൾ ഈ സിനിമയിൽ വരുമ്പോഴും ഈ ലാലേട്ടനോട് ഒപ്പം മാസ് കൂട്ടി വായിക്കുകയാണ്. നേരത്തെ പറഞ്ഞേക്ക് തന്നെയാണ് ഇതും പോയിൻ്റ് ചെയ്തത്. ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടൻ്റെ എക്സ്പെരിമെൻസിനൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ എലോണിന് മാത്രമാണ് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാറുണ്ടാവുക. കാരണം എലോൺ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒരു സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലാലേട്ടനും മാസും തന്നെയാണ്, ലാലേട്ടനും മാസും ഫാൻസും അതൊരു പ്രശ്നം തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീൻ തന്നെയാണ്. ഓക്കെ, എനിക്കിതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. US ഇരുന്നു കൊണ്ട് 2 US സിറ്റിസൺസ് നടത്തുന്ന എല്ലാ സിനിമയും റിവ്യൂ ചെയ്യുന്നവർ അവർ പറഞ്ഞത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഈസ് ഓസ്കാർ ലെവൽ സിനിമാറ്റോഗ്രാഫി എന്നൊരു വാക്കാണ് പറഞ്ഞത്. UK യിലുള്ള 2 ഫോറിനേഴ്സ് UK സിറ്റിസൺസിൻ്റെ റിവ്യൂ ഞാൻ കേട്ടു. അവരും പറയുന്ന ഇതാണ് ഹോളിവുഡ് ലെവലിലേക്കുള്ള ഒരു പടമാണെന്ന്. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് മലയാളിക്ക് നമ്മൾ സമർപ്പിച്ചത്. അതിന് തീർച്ചയായിട്ടും ഉള്ള അംഗീകാരം ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഡെഫിനറ്റ്ലി ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. കാരണം അതിൻ്റെ ഫ്രെയിമുകളും അതിൻ്റെ പിക്ചറൈസേഷൻ്റെ ക്വാളിറ്റി, ഓരോ ഫ്രെയിമുകളും ബ്യൂട്ടിഫുൾ സാധനങ്ങളാണ്. അതായത് അതിലെല്ലാ ഫ്രെയിമും സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഫുൾ മൂൺ ഉള്ളൊരു ഫ്രെയിം അടക്കം എല്ലാ ഫ്രെയിമുകളും വളരെ ഭംഗിയുള്ള ഫ്രെയിമുകളായിരുന്നു. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ മൂവീസിലൊക്കെ കാണുന്ന വൈഡ് ഷോട്ടുകൾ, അതിലെ ഡീറ്റെയിലിങ്, അതിൽ മൈന്യൂട്ടായിട്ട് വരുമ്പോൾ ഒന്നും വേണ്ട. മലൈക്കോട്ടെ വാലിബൻ കണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫെക്ഷൻ എങ്ങനെ മനസ്സിലാവുമെന്നറിയോ? വളരെ ചൂടുള്ള ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമ. ഓക്കെ, മരുഭൂമി സെറ്റപ്പിലാണ്, അത് നല്ല ചൂടുള്ളൊരു സ്ഥലം. അങ്ങനെ തന്നെയാണ് ആ വിഷ്വലൈസേഷൻ. നമുക്കറിയാം ഒരു മരുഭൂമി സെറ്റപ്പിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നഗ്നമായ കണ്ണുകളുകൊണ്ട് ഒരു മരുഭൂമിയിലേക്ക് ഒരു ചൂടുള്ള ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ചൂടിൻ്റെ ഇതിങ്ങനെ പൊങ്ങുന്നത് കാണാം. മനസ്സിലായോ? ആ ഒരു വേപ്പറിൻ്റെ ലെവൽ ഇങ്ങനെ കാണാമല്ലോ നമുക്കിങ്ങനെ, അത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ സംഗതി നമുക്ക് ഫ്രെയിമിൽ ഇവരിങ്ങനെ കാണിക്കുന്നുണ്ട് ആ സാധനം. ചില ഫ്രെയിമിലൊക്കെ ആ ചൂട് വരെ അവർ അനുഭവിപ്പിച്ച് തരുന്നുണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ മനുഷ്യൻ. അതൊരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു അത്രയും ഡീറ്റെയിലിംഗ് അതിൽ ആ സിനിമയിൽ കൊടുത്തു എന്നുള്ളതാണ്. എനിക്ക് അതൊക്കെയാണ് ഈ സിനിമയിൽ ഒരു ഭയങ്കര സംഭവമായിട്ട് തോന്നിയത്. കാരണം ഈ സിനിമ അത്രയും പെർഫെക്ഷനിൽ അവർ ചെയ്യാൻ നോക്കിയിട്ട് അത് ഭയങ്കര ഒരു എഫേർട്ട് തന്നെയായിരുന്നു. ഞാൻ സത്യത്തിൽ ആ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റ് ആയത്. ഓക്കെ, അല്ല, വാലിബൻ 2ാം ഭാഗം തന്നെ ഒരു വലിയ സബ്ജക്റ്റാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും സ്പിൻ ചെയ്യാവുന്ന, ഇതിൻ്റെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, ഇതിൻ്റെ ഫ്യൂച്ചർ സ്റ്റോറീസ് ഉണ്ട്. ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ലിജോയുടെ ആ കാഴ്ചപ്പാട് ഇതൊന്നും ഒരു സിനിമയിലേക്ക് ഒതുങ്ങുന്നതല്ലെന്ന് ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ അറിയാമായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു സിനിമയാക്കാൻ ആദ്യം ശ്രമിച്ചപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതൊരു 3.5 മണിക്കൂർ 4 മണിക്കൂർ വേണം ഈ സിനിമ, അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലുള്ള സിനിമ പൂർത്തീകരിക്കണമെങ്കിൽ. അങ്ങനെയാണ് ഒരു വർഷം മുമ്പ് തന്നെ അന്നേരം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് ഞങ്ങൾ ആലോചിച്ചത്. ഇനി തീർച്ചയായിട്ടും ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻസും ബാക്കി കാര്യമെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനമെടുക്കുന്നത്. ഡെഫിനറ്റ്ലി ഇതൊരു ഫ്യൂച്ചർ പോകേണ്ട വലിയ സബ്ജക്റ്റ് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കിയുണ്ട്. സെക്കൻഡ് പാർട്ട് ഇവർ അനൗൺസ് ചെയ്തു സിനിമയുടെ ലാസ്റ്റിൽ. ഇപ്പോൾ അവർ റീതിങ്ക് ചെയ്യുന്നു. കാരണം ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് എന്താണെന്ന് അറിയാതെ ചാടിപ്പിടിച്ച് സെക്കൻഡ് പാർട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരു പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സംഗതി തന്നെയാണത്. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, നമുക്കൊരു നഷ്ടം തന്നെയായിരിക്കും. കാരണം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ കണ്ടിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. സെക്കൻഡ് പാർട്ട് ബെറ്റർ ആക്കാനും അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഈ ഡിസപ്പോയിൻറ്റഡ് ആയ ആളുകൾക്കും ഉണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗം കണ്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണെങ്കിലും ആരും മനസ്സിൽ ഇതിൻ്റെ 2ാം ഭാഗം കാണണമെന്നുണ്ടാവും. കാരണം ആ സിനിമ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ഒരു എൻഡിങ് നോട്ട് അങ്ങനെയാണ്. എന്തോ വലുത് വരാനുണ്ട്, അല്ലെങ്കിൽ ഈ കണ്ടതൊന്നുമല്ല നിജം, ഇനി കാണാൻ പോകുന്നതാണ് നിജം എന്നുള്ളത്. സത്യത്തിൽ ആ ഡയലോഗ് വർക്കാവുന്നത് ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇതല്ല നിജം, കാണാൻ പോകുന്നതാണ് നിജം. അതായത് സെക്കൻഡ് പാർട്ട് ആയിരിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നു സെക്കൻഡ് പാർട്ട് വിൽ ബി എ മാസീവ് സാധനം. പക്ഷെ അത് ലിജോ ജോസ് പല്ലിശ്ശേരി ആകുമ്പോൾ ഇങ്ങനെ പറയൂ. അതായത് ഇനി ഫസ്റ്റ് പാർട്ട് ഇറങ്ങി, കുറേ ക്രിറ്റിസിസം വന്നു, കുറേ പേർക്ക് ഇത് വർക്കായില്ല, അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് BGM തള്ളിക്കയറ്റട്ടെ, ലാലേട്ടൻ്റെ കുറച്ച് മീശ പിരിയ മാസ് തള്ളിക്കയറ്റട്ടെ, കുറച്ച് ഡയലോഗുകൾ കുത്തിക്കയറ്റട്ടെ. നെവർ എക്സ്പെക്ട്. ലിജോ ജോസ് പല്ലിശ്ശേരി അയാൾക്ക് വേണ്ടിയിട്ടും പ്രൊഡ്യൂസേഴ്സ് അയാളോട് എടുക്കാൻ പറഞ്ഞതുമാണ് അയാൾ എടുക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല അയാളിത് ബാക്കി കൗണ്ടുകളൊക്കെ അയാൾ കൗണ്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല.
ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി എന്താ പറയുക, ബ്രില്യൻറ്റ് വർക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടോ. ഓക്കെ, ആൻഡ് ഞാൻ ഇന്നലെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ഞാൻ ഒരുപാട് പേര്, ഇതിപ്പോൾ ഷിബു ബേബി ജോൺ, ഇന്നലെ ലിജോ ജോസ് പെല്ലിശ്ശേരി, ഇന്നതിൻ്റെ റൈറ്റർ, കുറേ പേര് വന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറയുന്നത്, അതാണ് ഞാൻ ആദ്യം ലാലേട്ടൻ പറഞ്ഞത് വെച്ചേ. മേ ബി ഒരു നല്ല സിനിമ പറഞ്ഞ് നല്ലതാക്കാൻ പറ്റിയാലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കും ഇവർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, വന്ന് മേ ബി നിങ്ങൾക്ക് പുഷ് ചെയ്യാം, നിങ്ങളുടെ പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് പുഷ് ചെയ്യാം. ബട്ട് വന്ന് പുഷ് ചെയ്യുമ്പോഴും പറഞ്ഞ രീതിയിലൊരു പാരലൽ സാധനം ക്രിയേറ്റ് ആവും. വന്ന് പുഷ് ചെയ്യുമ്പോൾ അതും ഒരു സൈഡ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, വന്ന് പുഷ് ചെയ്യുമ്പോൾ ഒരു പാരലൽ സൈഡ് ട്രോളും സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെയും വരും. അതൊരു കുരു എന്നുള്ളൊരു ഇമ്പാക്റ്റ് ചിലപ്പോൾ സോഷ്യൽ മീഡിയ സ്പേസിൽ ഉണ്ടാക്കും. തിയേറ്റേഴ്സിൽ ചിലപ്പോൾ ഡെഫിനറ്റ്ലി വന്ന് പറയുന്നത് വർക്കാവാം.